ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. സാധാരണ തൈപ്പൂയത്തിൻ്റെ അന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയി വിളക്ക് കത്തിച്ച് കഞ്ഞി കുടിച്ച് തിരിച്ച് വീട്ടിയിട്ട് പോരും. അങ്ങനെ ആയിരുന്നു എൻ്റെ തൈപ്പൂയം. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. ഇത് തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം കുറച്ച് ചട്ടിയൊക്കെ കഴുകാണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അവിടെ സഹായിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്തും ചെന്ന് സഹായിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കലശമൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ കലശമൊക്കെ കണ്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 3:30 ആയപ്പോഴാണ് കേട്ടോ തൈപ്പൂയത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വന്ന് വീടൊക്കെ നല്ലോണം അടിച്ചു വാരി ക്ലീനൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടാമത് അമ്പലത്തിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി മാമൻ. കൃഷ്ണൻകുട്ടി മാമനാണ് എല്ലാ വർഷവും അമ്പലത്തിലും ദൈവങ്ങളുടെ പടമൊക്കെ വരയ്ക്കണത്. അപ്പോൾ കുറേ പേര് ചട്ടിയൊക്കെ വെച്ചു. ഞങ്ങൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഒരു 5:30-6 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിയിട്ട് പോന്നു. വീട്ടിയിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിളക്ക് കത്തിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനും വിളക്കൊക്കെ കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ചിന്തുപാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചിന്തുപാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വീട്ടിയിട്ട് പോകുന്നു കേട്ടോ. ഈ വിളക്കൊക്കെ കത്തിച്ചിരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുറേയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കെട്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് കെട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എൻ്റെ തൈപ്പൂയം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ തൈപ്പൂയം എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണേ.